Dear students, എല്ലാവർക്കും സുഖമാണെന്ന് കരുതട്ടെ. ഞാൻ കെ ഷറഫുദ്ദീൻ, കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ OFTയുടെ വൊക്കേഷണൽ ടീച്ചറാണ്. ഒപ്റ്റിക്കൽ ഫൈബർ എന്താണെന്നും അത് എന്തിനാണെന്നും കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിക്കുകയുണ്ടായി. ഒപ്റ്റിക്കൽ ഫൈബറുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തിയറി ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. തിയറി പോലെ തന്നെ പ്രാക്ടിക്കലിനും തുല്യ പ്രാധാന്യം നൽകുന്ന ഒരു പഠന പദ്ധതിയാണ് NSPF. പ്രാക്ടിക്കൽ എന്നതിലുപരി അതത് മേഖലയിൽ തൊഴിൽ വൈദഗ്ധ്യമുള്ള മികവുറ്റ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ഉദ്ദേശം. ഇത് എങ്ങനെ സാധ്യമാകുമെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. എല്ലാവർക്കും ഈ വീഡിയോ സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ള കുട്ടികളെ, ഒരു ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ നിർബന്ധമായും ആർജിച്ചെടുക്കേണ്ട വൊക്കേഷണൽ സ്കില്ലുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാന മോഡ്യൂളുകളാണ് ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യൂണിറ്റ് 3-ലെ OFC പ്രിപ്പറേഷൻ, കേബിൾ ജാക്കറ്റ് റിമൂവൽ ഓഫ് ജാക്കറ്റ് യൂസിംഗ് വയർ സ്ട്രിപ്പർ തുടങ്ങിയ LOs വിശദീകരിക്കുന്നതോടെ കേബിൾ പ്രിപ്പറേഷൻ എന്ന സെക്ഷനിൽ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ്റെ റോൾ അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. തൊഴിൽ മികവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. കോപ്പർ കേബിൾ ജോയിൻ ചെയ്യുന്നതുപോലെ ഒപ്റ്റിക്കൽ ഫൈബർ ബന്ധിപ്പിക്കുവാൻ സാധ്യമല്ല. ഇതിന് സ്പെഷ്യലി ഡിസൈൻഡ് ടൂൾസും എക്യുപ്മെൻസും അത്യാവശ്യമാണ്. രണ്ട് ഒപ്റ്റിക്കൽ ഫൈബറുകൾ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ബന്ധിപ്പിക്കുന്നതാണ് സ്പ്ലൈസിംഗ്. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ എൻഡ് സ്പ്ലൈസിങ്ങിന് വേണ്ടി തയ്യാറാക്കുന്നതിനെയാണ് എൻഡ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ കേബിൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ ഫൈബറിനെ ഉപയോഗിക്കുന്ന ലൊക്കാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായി തരംതിരിക്കാം: ഔട്ട്ഡോർ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആൻഡ് ഇൻഡോർ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. പാർട്ട് 1-ൽ നമുക്ക് ഒരു ഔട്ട്ഡോർ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം. ഒരു ബിൽഡിങ്ങിന് ഔട്ട്സൈഡായി ഉപയോഗിക്കുന്ന കേബിളിനെയാണ് ഔട്ട്ഡോർ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറയുന്നത്. സാധാരണ ഒന്നിൽ കൂടുതൽ ഫൈബറുകളുള്ള ലൂസ് ബഫർ ട്യൂബായിട്ടാണ് ഔട്ട്ഡോർ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കാണപ്പെടുന്നത്. ചിത്രത്തിൽ കാണുന്നത് ടെലികോം പർപ്പസിനായി ഉപയോഗിക്കുന്ന 2 കിലോമീറ്റർ ലെങ്ത്തുള്ള അണ്ടർഗ്രൗണ്ട് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഡ്രമ്മാണ്. മുകൾ ഭാഗത്ത് 45 സെൻറ്റിമീറ്റർ വീതിയും താഴ്ഭാഗത്ത് 35 സെൻറ്റിമീറ്റർ വീതിയും 165 സെൻറ്റിമീറ്റർ താഴ്ചയുമുള്ള ഏകദേശം കോണിക്കൽ ഷേപ്പിലുള്ള കുഴിയെടുത്താണ് കേബിൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇതാണ് കേബിൾ ലൈയിങ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തേക്ക് 70 കിലോമീറ്ററാണ് റോഡ് ഡിസ്റ്റൻസ്. 2 കിലോമീറ്റർ ലെങ്ത്തുള്ള ഒപ്റ്റിക്കൽ ഫൈബർ ഡ്രമ്മാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മിനിമം 35 സ്പ്ലൈസിംഗ് അത്യാവശ്യമാണ്. ആയതിനാൽ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ കേബിൾ പ്രിപ്പറേഷനും സ്പ്ലൈസിങ്ങും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ചില കമ്പനികൾ കൂടുതൽ പ്രൊട്ടക്ഷന് വേണ്ടി ഔട്ടർ ജാക്കറ്റിന് പുറമെ പ്രത്യേക കളറിൽ മറ്റൊരു ജാക്കറ്റ് കൂടി നൽകാറുണ്ട്. അപ്പോൾ ഇതിനെ ഔട്ടർ ജാക്കറ്റ് എന്നും ഉൾവശത്തുള്ളതിനെ ഇന്നർ ജാക്കറ്റ് എന്നും പറയാവുന്നതാണ്. ഇവിടെ ഓറഞ്ച് കളറിലുള്ളത് ഔട്ടർ ജാക്കറ്റും ബ്ലാക്ക് കളറിലുള്ളത് ഇന്നർ ജാക്കറ്റുമാണ്. ഔട്ടർ ജാക്കറ്റിൻ്റെയും ഇന്നർ ജാക്കറ്റിൻ്റെയും ജാക്കറ്റ് റിമൂവൽ പ്രൊസീജിയർ ഒന്നു തന്നെയാണ്.
ചിത്രത്തിൽ കാണുന്ന ഔട്ട്ഡോർ കേബിളിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ദിസ് ഈസ് ദ polyethylene jacket for protection, aramid strength member or Kevlar, then ripcord 2 in number, water blocking binders, central strength member. അതുപോലെ 4 ഒപ്റ്റിക്കൽ ഫൈബർ വീതമുള്ള 6 ബഫർ ട്യൂബുകളാണ് ഉദാഹരണമായെടുത്ത ഈ കേബിളിലുള്ളത്. അതുകൊണ്ട് തന്നെ 6x4 is equal to 24 ഡിഫറെൻറ്റ് ഫൈബേഴ്സ് ഈ കേബിളിൽ ലഭ്യമാണ്. ഒരു ബഫർ ട്യൂബിൽ 4 മുതൽ 12 ഫൈബർ വരെ കാണാറുണ്ട്. 4 ഫൈബർ, 6 ഫൈബർ, 12, 24, 48, 96, 288 തുടങ്ങി കൂടുതൽ ഫൈബറുകളുള്ള കേബിളുകളും നിലവിൽ അവൈലബിൾ ആണ്. കുട്ടികളെ, ഇവിടെ 5 സിമ്പിൾ സ്റ്റെപ്പുകളായിട്ടാണ് ഔട്ട്ഡോർ കേബിളിൻ്റെ പ്രിപ്പറേഷൻ ക്രമീകരിച്ചിട്ടുള്ളത്. സ്റ്റെപ്പ് 1 ഔട്ടർ ജാക്കറ്റ് റിമൂവൽ, സ്റ്റെപ്പ് 2 ബഫർ ട്യൂബ് റിമൂവൽ, സ്റ്റെപ്പ് 3 ക്ലീനിങ്, സ്റ്റെപ്പ് 4 സ്ട്രിപ്പിംഗ് ആൻഡ് സ്റ്റെപ്പ് 5 ക്ലീവിംഗ്. ഇനി ഓരോന്നായി നമുക്ക് വിശദീകരിക്കാം. സ്റ്റെപ്പ് 1 ഔട്ടർ ജാക്കറ്റ് റിമൂവൽ. ഇതിന് ഏതെല്ലാം ടൂൾസ് ആവശ്യമായി വരും? ടൂൾസുമായി ബന്ധപ്പെട്ടുള്ള തിയറി ഭാഗങ്ങൾ നിങ്ങൾ മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് ഈ സെഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല, നമ്മുടെ സ്കൂളുകളിൽ ലഭ്യമായിട്ടുള്ള ടൂൾസ് മോഡൽ വ്യത്യസ്തമാണെങ്കിലും അവയുടെ ഫങ്ഷൻസ് ഒന്നു തന്നെയായിരിക്കും. ഇവിടെ അത്യാവശ്യമുള്ള ടൂൾസ് ഏതെല്ലാമെന്ന് നോക്കാം. മെഷറിംഗ് ടാപ്പ്, മാർക്കർ പെൻസിൽ, ഓർഡിനറി സിസേഴ്സ്, ഡയഗോണൽ കട്ടർ, നോസ് പ്ലെയർ, കെവലാർ സിസേഴ്സ്, ഔട്ടർ ജാക്കറ്റ് റിമൂവർ, ബഫർ ട്യൂബ് റിമൂവർ, കർവ്ഡ് നൈഫ്, ടിഷ്യൂ പേപ്പർ, ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ, സേഫ്റ്റി ഗോഗിൾസ്, ലെതർ ഗ്ലൗസ്. കൂടാതെ ട്രാഷ് ബോക്സ്, PPE കിറ്റ് തുടങ്ങി സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രിക്കോഷൻസും കൈക്കൊള്ളേണ്ടതുമാണ്. അടുത്തതായി ഈ ടൂൾസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. മെഷറിംഗ് ടാപ്പ്, മാർക്കർ പെൻസിൽ, ഓർഡിനറി സിസേഴ്സ്, ഡയഗോണൽ കട്ടർ, പ്ലെയർ വിത്ത് ലോങ് നോസ്, കെവലാർ സിസേഴ്സ്, outer jacket remover, buffer tube remover, curved knife, tissue paper, isopropyl alcohol, goggles and leather gloves. അടുത്തതായി എങ്ങനെയാണ് ഔട്ടർ ജാക്കറ്റ് റിമൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. മെഷറിംഗ് ടാപ്പ് ഉപയോഗിച്ച് കേബിൾ എൻഡിൽ നിന്നും 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എളുപ്പത്തിനായി 10 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഔട്ടർ ജാക്കറ്റ് റിമൂവർ ഉപയോഗിച്ച് ഇതുപോലെ നന്നായി റൊട്ടേറ്റ് ചെയ്യുക. രണ്ട് സൈഡിലേക്കും ചെറുതായി ഒന്ന് ബെൻഡ് ചെയ്ത് ജാക്കറ്റ് ഊരിയെടുക്കാവുന്നതാണ്. എട്ട് ഫീറ്റിൽ പഴയതുപോലെ വീണ്ടും ഒരു കട്ട് ഉണ്ടാക്കുക. ലാബ് പർപ്പസിനായി ഇത് 1 മീറ്റർ ലെങ്ത് എടുക്കുന്നതാണ് ഉത്തമം. ഇവിടെ 2 റിപ്പ് കോഡുകൾ കാണാവുന്നതാണ്. റിപ്പ് കോഡുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുള്ള കേബിളുകളുമുണ്ട്. ഡയഗോണൽ കട്ടർ ഉപയോഗിച്ച് ചെറിയൊരു ഗ്രൂവ് ഉണ്ടാക്കുക. റിപ്പ് കോഡ് നോസ് പ്ലെയറിൽ ചുറ്റി സാവധാനം പിൻവശത്തോട്ട് പുൾ ചെയ്യുക. ഇതുപോലെ 2 സൈഡിലും ചെയ്താൽ
ജാക്കറ്റ് എളുപ്പത്തിൽ വേർപെടുത്തിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. തുടർന്ന് ആവശ്യമില്ലാത്ത റിപ്കോർഡ് ഭാഗങ്ങൾ ഓർഡിനറി സിസേഴ്സ് ഉപയോഗിച്ച് മുറിച്ചു മാറ്റുക. വാട്ടർ ബ്ലോക്കിംഗ് ബൈൻഡേഴ്സ് കർവ്ഡ് നൈഫ് ഉപയോഗിച്ച് റിമൂവ് ചെയ്യുക. അതുപോലെ അറമിഡ് യാൺ കെവലാർ സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്ത് ട്രാഷ് ബോക്സിൽ നിക്ഷേപിക്കുക. കേബിൾ ടെർമിനേഷൻ ജോയിന്റ് ബോക്സുമായി കണക്ട് ചെയ്യാനുള്ള ബോൾട്ടുകളാണ് ചിത്രത്തിൽ കാണുന്നത്. ബഫർ ട്യൂബുകൾ സാവധാനം വേർതിരിച്ചെടുക്കുക. ഈ കാണുന്ന സെൻട്രൽ സ്ട്രെങ്ത് മെമ്പർ ആവശ്യമായ സ്ഥലത്ത് കട്ട് ചെയ്ത് നട്ട് ആൻഡ് ബോൾട്ട്സ് ഉപയോഗിച്ച് ടെർമിനേഷൻ ജോയിന്റ് ബോക്സുമായി കണക്ട് ചെയ്യാവുന്നതാണ്. ഹൈ സ്ട്രെങ്ത് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ് സെൻട്രൽ സ്ട്രെങ്ത് മെമ്പർ നിർമ്മിതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബഫർ ട്യൂബുകൾക്ക് യാതൊരു ഡാമേജും സംഭവിക്കുന്നില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് 2, ബഫർ ട്യൂബ് റിമൂവൽ. സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബഫർ ട്യൂബ് റിമൂവൽ ടൂൾസാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ബഫർ ട്യൂബ് റിമൂവ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒന്നാമത്തെ ബഫർ ട്യൂബായ ബ്ലൂ ബഫറിൽ 3 ഫീറ്റ് അതായത് 90 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. ബഫർ ട്യൂബ് റിമൂവർ ടൂൾ ഉപയോഗിച്ച് ഇതുപോലെ 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. കട്ട് ചെയ്ത സ്ഥലത്ത് ചെറുതായൊന്ന് ബെൻഡ് ചെയ്ത് ഒരു ടിഷ്യൂ പേപ്പറിന്റെ സഹായത്തോടെ പെട്രോളിയം ജെല്ലി അടങ്ങിയ ഫൈബർ ഊരിയെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് 3, ക്ലീനിങ്. കേബിൾ പ്രിപ്പറേഷനിൽ ക്ലീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർ ക്ലീനിങ് ഇല്ലെങ്കിൽ സ്പ്ലൈസിംഗ് കറക്റ്റാവില്ല. ഓരോ ബഫർ ട്യൂബും സെപ്പറേറ്റ് എടുത്ത് കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ച് പെട്രോളിയം ജെല്ലി നീക്കം ചെയ്യുക. പിന്നീട് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളും ടിഷ്യൂ പേപ്പറും ഉപയോഗിച്ച് നന്നായി ക്ലീൻ ചെയ്യുക. ഒരു വിസിലിംഗ് സൗണ്ട് വരുമ്പോൾ ക്ലീനിംഗ് അവസാനിപ്പിക്കാവുന്നതാണ്. ബഫർ ട്യൂബിൻ്റെയും അതിനുൾഭാഗത്തുള്ള പ്രൈമറി ഫൈബേഴ്സിൻ്റെയും ക്ലീനിംഗ് പ്രൊസീജിയർ ഒന്നു തന്നെയാണ്. പെർഫെക്റ്റ് ക്ലീനിംഗ് ആണെങ്കിൽ ബഫർ ട്യൂബും അതിനുള്ളിലുള്ള പ്രൈമറി ഫൈബേഴ്സും ഇതേപോലെയിരിക്കും. സ്പ്ലൈസ് ചെയ്ത ഒപ്റ്റിക്കൽ ഫൈബറിനെ സേഫായി ക്രമീകരിച്ച് വെക്കുന്ന സ്ട്രക്ചറിനെ സ്പ്ലൈസ് ട്രേ എന്ന് വിളിക്കാവുന്നതാണ്. ഇത് ടെർമിനേഷൻ ജോയിന്റ് ബോക്സുകളുടെയും എൻക്ലോഷറുകളുടെയും ഉൾഭാഗത്താണ് കാണപ്പെടുന്നത്. ചിത്രത്തിൽ കാണുന്നത് പോലെ സ്പ്ലൈസ് ചെയ്ത ഫൈബറുകൾ ക്രമത്തിലും ഭംഗിയിലും സ്പ്ലൈസ് ട്രേയിൽ ഉൾക്കൊള്ളിക്കുന്നതിനെ റൂട്ടിംഗ് എന്നാണ് പറയുക. ഇത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ഭാവിയിൽ ഫൈബറുകൾക്കുണ്ടാകാവുന്ന തകരാറുകൾ അനായാസം പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് ഇത്രയുമധികം ലെങ്ത് ഫൈബർ സ്പ്ലൈസ് ട്രേക്കുള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്തു വെക്കുന്നത്. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഫൈബറുകളെയും ബഫർ ട്യൂബുകളെയും പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചിത്രത്തിൽ കാണുന്ന നമ്പറിംഗ് ഫെറൂൾസ് ഉപയോഗിച്ച് ഇതുപോലെ കോഡിംഗ് നടത്താവുന്നതാണ്. നെക്സ്റ്റ് ഒപ്റ്റിക്കൽ ഫൈബർ കളർ കോഡിംഗ്. 2 ഫൈബറുകൾ സ്പ്ലൈസ് ചെയ്യണമെങ്കിൽ അവയുടെ നമ്പർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ബഫർ ട്യൂബിൻ്റെയും പ്രൈമറി ഫൈബേഴ്സിൻ്റെയും കളർ നോക്കിയാണ് ഫൈബർ നമ്പർ തീരുമാനിക്കുന്നത്. 4 മുതൽ 12 ഫൈബർ വരെ ഒരു ബഫർ ട്യൂബിൽ കാണാറുണ്ട്. ഇവയുടെ നമ്പറും കളറുമാണ്
ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ കളർ ചാർട്ട് പഠിക്കാൻ ഈ ഒരു സിമ്പിൾ ട്രിക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. BOG, BSW, RB/VRA, ബ്ലൂ ഓറഞ്ച് ഗ്രീൻ, ബ്രൗൺ സ്ലേറ്റ് വൈറ്റ്, റെഡ് ബ്ലാക്ക് യെല്ലോ, വയലറ്റ് റോസ് അക്വ. ഇവിടെ സ്ലേറ്റ് എന്നത് ഗ്രേ കളറും റോസ് എന്നത് പിങ്ക് കളറുമാണ്. ഇനി ഫൈബറുകളുടെ നമ്പർ എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം. 4 ഫൈബർ വീതമുള്ള 6 ബഫർ ട്യൂബുകളാണ് ഉദാഹരണമായെടുത്ത ഈ ഔട്ട്ഡോർ കേബിളിൽ ഉള്ളത്. ഏതായിരിക്കും ഒന്നാമത്തെ ഫൈബർ? ബ്ലൂ ബഫറിലെ ബ്ലൂ ഫൈബർ ആയിരിക്കും ഫൈബർ നമ്പർ 1. ബ്ലൂ ബഫറിലെ ഓറഞ്ച് ഫൈബർ ആയിരിക്കും ഫൈബർ നമ്പർ 2. ബ്ലൂ ബഫറിലെ ഗ്രീൻ ഫൈബർ ആയിരിക്കും ഫൈബർ നമ്പർ 3. ബ്ലൂ ബഫറിലെ ബ്രൗൺ ഫൈബർ ആയിരിക്കും ഫൈബർ നമ്പർ 4. ഇനി അഞ്ചാമത്തെ ഫൈബർ ഏതായിരിക്കും? ഓറഞ്ച് ബഫറിലെ ബ്ലൂ ഫൈബർ ആയിരിക്കും ഫൈബർ നമ്പർ 5. ഉദാഹരണമായെടുത്ത ഔട്ട്ഡോർ കേബിളിലെ 24 ഫൈബറുകളുടെയും നമ്പർ ഈ ചാർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. നെക്സ്റ്റ്, സ്റ്റെപ്പ് 4, സ്ട്രിപ്പിംഗ്. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രൈമറി കോട്ടിംഗ് റിമൂവ് ചെയ്യുന്നതിനെയാണ് ഇവിടെ സ്ട്രിപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സാധാരണ ഉപയോഗിക്കുന്ന സ്ട്രിപ്പറാണ് ചിത്രത്തിൽ കാണുന്നത്. ഇവിടെ കാണുന്ന സ്ലോട്ടുകളെ സ്ട്രിപ്പർ ഗ്രൂവ്സ് എന്നാണ് പറയുക. ഗ്രൂവ് 1 900 മൈക്രോമീറ്റർ ഡയമീറ്റർ, ഗ്രൂവ് 2 250 മൈക്രോമീറ്റർ ഡയമീറ്റർ, ഗ്രൂവ് 3 125 മൈക്രോമീറ്റർ ഡയമീറ്റർ. ഇൻഡോർ കേബിളുകളിൽ ഔട്ടർ ജാക്കറ്റിനു താഴെ കാണുന്ന ടൈറ്റ് ബഫർ ട്യൂബിൻ്റെ ഡയമീറ്റർ 900 മൈക്രോമീറ്ററും പ്രൈമറി കോട്ടിംഗ് ഡയമീറ്റർ 250 മൈക്രോമീറ്ററും ക്ലാഡിങ്ങിൻ്റെ ഡയമീറ്റർ 125 മൈക്രോമീറ്ററും ആണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ആയതിനാൽ പാച്ച് കോഡ്, പിക്ടൈൽ പോലുള്ള ഇൻഡോർ കേബിളുകളുടെ ഔട്ടർ ജാക്കറ്റ് റിമൂവ് ചെയ്യാൻ 900 മൈക്രോമീറ്റർ ഡയമീറ്ററുള്ള ഗ്രൂവ് 1ഉം ടൈറ്റ് ബഫർ ട്യൂബ് റിമൂവ് ചെയ്യാൻ 250 മൈക്രോമീറ്റർ ഡയമീറ്ററുള്ള ഗ്രൂവ് 2ഉം പ്രൈമറി കോട്ടിംഗ് റിമൂവ് ചെയ്യാൻ 125 മൈക്രോമീറ്റർ ഡയമീറ്ററുള്ള ഗ്രൂവ് 3ഉം ഉപയോഗിക്കാവുന്നതാണ്. ഔട്ട്ഡോർ കേബിൾ സ്ട്രിപ്പിങ്ങിന് 125 മൈക്രോമീറ്റർ ഡയമീറ്ററുള്ള സിംഗിൾ ഗ്രൂവ് സ്ട്രിപ്പറാണ് കൂടുതലായും ഉപയോഗിച്ചു വരുന്നത്. ഇനി നമുക്കൊന്ന് സ്ട്രിപ്പ് ചെയ്തു നോക്കാം. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രൈമറി കോട്ടിംഗ് 125 മൈക്രോമീറ്റർ ഡയമീറ്ററുള്ള ഗ്രൂവ് ഉപയോഗിച്ച് സ്ട്രിപ്പ് ചെയ്യാവുന്നതാണ്. സ്ട്രിപ്പർ 45 ഡിഗ്രി ചെരിച്ചു പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ട്രിപ്പ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ലഭിക്കുന്ന കോട്ടിംഗ് ഇല്ലാത്ത ഫൈബറിനെയാണ് ബെയർ ഫൈബർ എന്ന് പറയുന്നത്. സ്ട്രിപ്പ് ചെയ്തതിനു ശേഷം ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളും ടിഷ്യൂ പേപ്പറും ഉപയോഗിച്ച് ബെയർ ഫൈബർ നന്നായി ക്ലീൻ ചെയ്യുക. നെക്സ്റ്റ്, സ്റ്റെപ്പ് 5, ക്ലീവിംഗ്. ക്ലീൻ ചെയ്ത ബെയർ ഫൈബറിനെ പെർഫെക്റ്റ് 90 ഡിഗ്രിയിൽ കട്ട് ചെയ്യുന്നതിനെയാണ് ക്ലീവിംഗ് എന്ന് പറയുന്നത്. പ്രിസിഷൻ ക്ലീവർ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. 40 മില്ലിമീറ്റർ സ്പ്ലൈസ് പ്രൊട്ടക്ഷൻ സ്ലീവാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ക്ലീൻ ചെയ്ത ബെയർ ഫൈബർ നമുക്ക് 18 മില്ലിമീറ്ററിൽ കട്ട് ചെയ്യാവുന്നതാണ്.
രണ്ട് സൈഡിൽ നിന്നും വരുന്ന ഫൈബറുകൾ സ്പ്ലൈസ് ചെയ്യുമ്പോൾ ബെയർ ഫൈബർ ലെങ്ത് 36 മില്ലിമീറ്റർ ആവുകയും ഇത് 40 മില്ലിമീറ്ററുള്ള സ്പ്ലൈസ് സ്ലീവ് കൊണ്ട് എളുപ്പം പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. സ്പ്ലൈസ് പ്രൊട്ടക്ഷൻ സ്ലീവ് 40 മില്ലിമീറ്ററിലും 60 മില്ലിമീറ്ററിലും ലഭ്യമാണ്. സാധാരണ ഉപയോഗിക്കുന്ന ചില ക്ലീവറുകളാണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ടത്. ഇനി നമുക്കൊന്ന് ക്ലീവ് ചെയ്തു നോക്കാം. ആദ്യം ഫൈബർ പ്രൈമറി കോട്ടിങ്ങിൻ്റെ എൻഡ് ക്ലീവർ ചാനലിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ലോക്ക് ചെയ്യുക. തുടർന്ന് ക്ലീവറിൻ്റെ മുകൾ ഭാഗത്ത് ശ്രദ്ധയോടെ പ്രസ് ചെയ്യുക. ഡയമണ്ട് കൊണ്ട് നിർമ്മിതമായ കട്ടിംഗ് ബ്ലേഡ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ബെയർ ഫൈബർ ഷാർപ്പ് 90 ഡിഗ്രിയിൽ മുറിച്ചെടുക്കുവാൻ സാധിക്കുന്നത്. ക്ലീവ് ചെയ്ത ഫൈബർ വീണ്ടും ക്ലീൻ ചെയ്യാനോ മറ്റു ഭാഗങ്ങളിൽ ടച്ച് ചെയ്യാനോ പാടില്ല. Now the fiber is ready to splice. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൊയിലാണ്ടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ OFT വിഭാഗം വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ രചന. എല്ലാവരും സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ ഇൻഡോർ കേബിൾസിന്റെ പ്രിപ്പറേഷനെ പറ്റിയാണ്. അപ്പൊ നമുക്ക് സെഷനിലേക്ക് പോവാം. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡോർ കേബിൾസ് എന്താണെന്നും അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുമാണ്. സാധാരണഗതിയിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്ലോറിനോ വാൾസിനോ എയർ ഡക്റ്റിനോ അതുമല്ലെങ്കിൽ ഒരു ഡാറ്റാ സെൻറ്റർ ഫ്ലോറിന് അടിയിലൂടെയെല്ലാം നമുക്ക് ഇൻഡോർ കേബിൾസിനെ ഇൻസ്റ്റാൾ ചെയ്യാം. കാരണം ഇൻഡോർ കേബിൾസിന് ഫ്ലെക്സിബിലിറ്റിയും സ്ട്രെങ്ത്തും കൂടുതലായിരിക്കും. കേബിൾസ് പ്രധാനമായും ടൈറ്റ് ബഫർ ട്യൂബ്, ലൂസ് ട്യൂബ്, റിബൺ ട്യൂബ് എന്നിങ്ങനെയെല്ലാം അവൈലബിൾ ആണ്. അതിൽ തന്നെ ടൈറ്റ് ബഫർ ട്യൂബ്സ് ആണ് ഇൻഡോർ ആപ്ലിക്കേഷൻസിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. നമ്മുടെ റൂമിനുള്ളിലെ ടെമ്പറേച്ചർ വേരിയേഷൻസ് പുറത്തെ അപേക്ഷിച്ച് കുറവായിരിക്കും. അതേപോലെ ടൈറ്റ് ബഫർ ട്യൂബ്സിനെ നമുക്ക് എളുപ്പത്തിൽ വാൾസിനിടയിലും ഉൾവശത്തുമെല്ലാം ടൈറ്റായി തന്നെ ടേൺ ചെയ്ത് നിർത്താൻ സാധിക്കും. ഇത്തരം സ്വഭാവ സവിശേഷതകൾ കൊണ്ടുതന്നെ ഇൻഡോർ കേബിൾസിനെ നമുക്ക് എളുപ്പത്തിൽ ടെർമിനേറ്റ് ചെയ്തെടുക്കുവാനും സാധിക്കും. ഇൻഡോർ കേബിൾസിൽ പ്രധാനം പാച്ച് കോഡും പിക് ടെയിലുമാണ്. പാച്ച് കോഡും പിക് ടെയിലും നമുക്ക് സിംഗിൾ മോഡിലും മൾട്ടി മോഡിലും അവൈലബിൾ ആണ്. സാധാരണ യെല്ലോ കളറിൽ സിംഗിൾ മോഡും ഓറഞ്ച് കളറിൽ മൾട്ടി മോഡുമാണ് കണ്ടുവരാറുള്ളത്. ഇനി പാച്ച് കോഡും പിക് ടെയിലും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നോക്കൂ. ഒരു പാച്ച് കോഡിൻ്റെ ഇരുവശങ്ങളും ഒരു കണക്ടർ വെച്ച് ടെർമിനേറ്റ് ചെയ്തിരിക്കും. ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഒരു കേബിൾ ടെലിവിഷൻ എക്യുപ്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ മറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റിലേക്കോ കണക്ട് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ഒരു പിക് ടെയിലിൻ്റെ ഒരു വശം മാത്രമേ കണക്ടർ വെച്ച് ടെർമിനേറ്റ് ചെയ്യുന്നുള്ളൂ. മറുവശം നമുക്ക് സ്ട്രിപ്പ് ചെയ്ത് ഫ്യൂഷൻ സ്പ്ലൈസിംഗ് ചെയ്ത് ഒരു മൾട്ടി ഫൈബർ ട്രങ്കിൻ്റെ ഏതെങ്കിലും ഒരു സിംഗിൾ ഫൈബറുമായി കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇൻഡോർ കേബിൾസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ആവശ്യമായ മെറ്റീരിയൽസ് എന്തൊക്കെയെന്ന് നോക്കൂ. പ്രധാനമായും വേണ്ടത് ഫൈബർ ഓപ്റ്റിക് സ്ട്രിപ്പ്, ലൈൻ മാർക്കർ, പ്രിസിഷൻ ഫൈബർ ക്ലീവർ, ഐസോപ്രൊഫൈൽ ആൽക്കഹോൾ, ഡസ്റ്റ് ഫ്രീ കിം വൈപ്സ്, സ്ട്രിപ്പ്, റൂളർ, ദെൻ നമ്മൾക്ക് കണക്ട് ചെയ്യേണ്ട ഒപ്റ്റിക്കൽ ഫൈബർ കേബിളും
അതിൻ്റെ കണക്ടറും. ആദ്യമായി ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ 5 സെന്റിമീറ്റർ ലെങ്തിൽ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്ത ലൈനിൽ നിന്ന് തൊട്ട് ഔട്ടർ ജാക്കറ്റിനെ സ്ട്രിപ്പ് ചെയ്ത് ഒഴിവാക്കണം. അതിനുശേഷം കാണുന്ന അരമിഡ് യാൺ കട്ട് ചെയ്ത് കളയുക. ഇവിടെ ബഫർ ട്യൂബ് 0.9 mm അതിനുള്ളിലായി ക്ലാഡിംഗ് 0.25 mm ആണ്. ഇനി വളരെ ശ്രദ്ധയോടെ ബഫർ ട്യൂബിനെ സ്ട്രിപ്പ് ചെയ്ത് എടുക്കണം. ഇങ്ങനെ സ്ട്രിപ്പ് ചെയ്തെടുക്കുന്ന ഫൈബറിൻ്റെ പുറമേയുള്ള 0.25 mm തിക്നെസ്സിലുള്ള ക്ലാഡിംഗ് റിമൂവ് ചെയ്യുന്നതിനായി ഫൈബറിനെ ഒരു അൾട്ടിമോഡ് സ്ട്രിപ്പറിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. പിന്നീട് ഐസോപ്രൊഫൈൽ ആൽക്കഹോൾ ഉപയോഗിച്ച് ഫൈബറിനെ ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫൈബർ 0.125 mm ആയിരിക്കും. ഇതിനെ നമുക്ക് ഒരു പ്രിസിഷൻ ക്ലീവറിൽ വെച്ച് 6 mm ലെങ്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ക്ലീവ് ചെയ്തെടുക്കുന്ന ഫൈബറിനെ കണക്ടറിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കേബിൾ ലോക്കിംഗ് ലാച്ച് പ്രസ് ചെയ്യുക. പിന്നീട് പ്രൊട്ടക്ഷൻ കേസ് റിമൂവ് ചെയ്യുക. അതിനുശേഷം ലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കണക്ടറിനെ ലോക്ക് ചെയ്യണം. അതിനുശേഷം കണക്ടർ ഷെല്ലിലേക്ക് ഇൻസേർട്ട് ചെയ്തു കൊടുക്കുക. ടെർമിനൽ എക്യുപ്മെന്റ്സിലേക്ക് കണക്ട് ചെയ്യേണ്ട ഇൻഡോർ കേബിൾസ് റെഡിയായി കഴിഞ്ഞു. കുട്ടികളെ, ഇതോടൊപ്പം ചേർത്തിരിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കൺസ്ട്രക്ഷൻ ആൻഡ് സ്ട്രക്ചർ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പ്രിപ്പറേഷൻ തുടങ്ങിയ മെറ്റീരിയൽസ് വൃത്തിയിലെഴുതി നിങ്ങളുടെ ടീച്ചറുടെ നിർദ്ദേശാനുസരണം പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുമല്ലോ. കേബിൾ പ്രിപ്പറേഷൻ എന്ന സെക്ഷനിൽ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യന്റെ ഡ്യൂട്ടീസ് എന്തായിരിക്കുമെന്നതിൽ ഒരു ചെറിയ ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുമെന്ന വിശ്വാസത്തിൽ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.